ഹായ്. ഞാൻ ഈ വീഡിയോ ഓൾറെഡി ചെയ്തു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഗില്ലിനെ എന്തുകൊണ്ട് പുറത്താക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗില്ലിനെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഗില്ലിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ, ഗില്ലിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, ഗില്ലിനെ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നു, ഈ ഒരു അവസ്ഥയിലും പിടിച്ചു നിർത്തുന്നു എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ആ വീഡിയോ ബാക്കി കണ്ടൻറ്റ് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോൻ്റെ സംഭവം കൂടി ആയിരിക്കും വരുന്നത്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ശരിക്കും ആരുമില്ല ഒരു ഉത്തരവാദിത്തോടെ കളിക്കാൻ. ഇപ്പോൾ കളിക്കാർ ഒത്തിരി പേരുണ്ട്, പക്ഷേ ഇവർക്ക് ആർക്കാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ പറ്റുന്ന ഒരു കളിക്കാരൊന്നും, ഇൻഡിപെൻഡൻറ്റ് കളിക്കാരൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. പലരും ഡിപ്പെൻഡഡ് ആണ് പല കാര്യത്തിലും. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം കാണിക്കാറുണ്ട്. അത് പുള്ളിയുടെ ആരും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കണമെന്നില്ല. ധോണി അത് കാണിക്കാറുണ്ടായിരുന്നു, കോഹ്ലി കാണിക്കാറുണ്ട്, അങ്ങനെ ഗംഭീർ, ഇങ്ങനെയുള്ള ഒത്തിരി കളിക്കാർ, യുവരാജൊക്കെ എത്രയോ കളിയിൽ മാച്ച് വിന്നറാണ് അറിയോ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം പലരും കാണിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല, അവർക്ക് ആ ഒരു ടീമിനോട്, ആ വിജയത്തിനോടും ആ രാജ്യത്തിനോടൊക്കെയുള്ള കുറച്ചും കൂടിയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് അവർ കളിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇന്നിങ്സ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എവിടെ അടി പകരുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് അതിൻ്റെതായ ഒരു അതോറിറ്റി, കമാൻഡിങ് പവർ, കൂടെയുള്ള ഒരാളെ കമാൻഡ് ചെയ്ത് കൊണ്ടു നടത്താനുള്ള ഒരു പവർ പൊതുവേ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടെയുള്ള ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർക്ക് മടിയാവും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ സ്ഥാനത്താണ് ഗില്ലെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സീനിയർ പ്ലെയർ ആണ്. എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയോട് ഓപ്പൺ ചെയ്ത് എക്സ്പീരിയൻസ് ആയ ഒരു പ്ലെയർ, കുറേ കാലമായിട്ട് പിന്നെ ടീമിൽ കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് വൺഡേയിൽ കളിച്ച ആളാണ്, 20ൽ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ഗില്ലുണ്ട്, പ്രസൻസ് ഉണ്ട് പുള്ളിയുടെ. അപ്പോൾ ആ ഒരു അറിവ്, ആ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഗില്ല് മോശം ഫോമിലാണെങ്കിൽ പോലും ഇന്ത്യൻ ടീമിനൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ഗില്ലിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗില്ല് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് കൊണ്ടുപോകും. അതായത് ഒരു സ്വന്തം റിസ്കിൽ സ്വന്തം ഷോൾഡറിൽ ഒരു ടീമിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഗില്ല് പലപ്പോഴും കാണിക്കുന്നുണ്ട്. IPL കണ്ടതാണ്. അതേപോലെ തന്നെ ഗില്ല് ഡബിൾ സെഞ്ചുറി അടിച്ചതൊക്കെ, അത് വെറുതെ ഒരാൾക്ക് ഡബിൾ സെഞ്ചുറി ഒന്നും അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗില്ല് കഴിഞ്ഞ ടെസ്റ്റിലെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം ഇംഗ്ലണ്ടിൽ പോയി ഡബിൾ 100 അടിച്ചത്, അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് സപ്പോർട്ട് ചെയ്യണത് ഗില്ലിനെ മാറ്റിയിട്ട് സഞ്ജുവിനെയും മറ്റേ റിങ്കു സിംഗിനെയും ഇവരെയൊക്കെ കൊണ്ടുവരാനാണ്, ശ്രേയസ് അയ്യരെയൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിനാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഗില്ലിൻ്റെ ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഗില്ല് അങ്ങനെയൊക്കെ നിൽക്കുമെങ്കിലും അങ്ങോട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിച്ച് തുടങ്ങുമ്പോൾ ഒരു ബാഹുബലിയാണ്. ഇങ്ങനെ പ്രഭാസാരെ അതവും തള്ളിക്കൊണ്ട് ഇങ്ങനെ ഒരു കുറേ ടീം അംഗങ്ങളുമായിട്ട് യുദ്ധത്തിൽ വരുന്ന പോലത്തെ ഒരു കപ്പാസിറ്റി ഗില്ലിനുണ്ട് ശരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും നിസ്സാര ഒരാളല്ല. പിന്നെ ഗില്ല് വേണമെന്ന് വിചാരിച്ച് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ആ സ്ട്രൈക്ക് റേറ്റ് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. കാര്യം ഓൾറെഡി നല്ല ഹൈറ്റുള്ള ഒരാളാണ്, കൈക്കൊക്കെ നല്ല നീളമുണ്ട്. സ്വീപ്പ് ഷോട്ടുകളൊക്കെ നിസ്സാരമായിട്ട് ഒരു ഓവറിൽ തന്നെ 2-3 സിക്സൊക്കെ ഈസി ആയിട്ട് അടിക്കാൻ അറിയാം. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഫാസ്റ്റ് ബോളർമാരെ കീച്ചാറും ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ 6 ആയിരിക്കും. അങ്ങനെ ക്ലീൻ ഹിറ്റാണ്, 6 ആണ്. അല്ലാണ്ട് എഡ്ജ് കയറി പോവുക, ടൈമിങ് മാറി പോവുക, അടിച്ചു കഴിഞ്ഞാൽ കയറി അടിച്ചിട്ടും ഫുൾ പവർ എടുത്ത് അടിച്ചിട്ട് 6 പോകാണ്ടിരിക്കുക, അങ്ങനെയുള്ള കളിക്കാരനൊന്നുമല്ല. ഹിറ്റിങ്ങൊക്കെ ക്ലീൻ ഹിറ്റാണ്, ഫുൾ കൺട്രോൾഡ് ഷോട്ടുകളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോവാം. ഇനിയും എന്തുകൊണ്ടാണ് ഗില്ലിനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഗില്ലിന് ശരിക്കും റെസ്റ്റ് വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ഗില്ലിന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2020 വേൾഡ് കപ്പിൽ ഗില്ല് പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ തിരിച്ച് വരാം. വന്നില്ലെങ്കിലും ഗില്ല് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ടെസ്റ്റിൻ്റെ സമ്മർദ്ദങ്ങൾ, കളി നോക്കണതിൻ്റെ പ്രഷറുകൾ, ക്യാപ്റ്റൻസിയുടെ പ്രഷർ, ഇതെല്ലാം കൂടി പുള്ളിക്ക് ഇപ്പോൾ മൊത്തം എവിടെ തുടങ്ങി ഒരു കുളമായിട്ടാണ് ആളുടെ കരിയർ പോലും നിൽക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി തിരിച്ച് വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് വരും. കളിക്ക് വേണമെങ്കിൽ കയറ്റാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ബാക്കി പറയുന്ന പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് കൂടി പറഞ്ഞിട്ട് വേണം ആ ബാക്കി കണ്ടൻറ്റിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ബാക്കി കാണുക. ഹായ്. അപ്പോൾ നമ്മുടെ അടുത്ത 2020 വേൾഡ് കപ്പ് 2026 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടായിരിക്കും കളി നടക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ മണ്ണായതുകൊണ്ട്. ബട്ട് ഇത് 2020 ടൂർണമെൻ്റ് ആയതുകൊണ്ടും ലോകത്തുള്ള എല്ലാ കളിക്കാരും ഇന്ത്യയിൽ വന്ന് IPL കളിച്ചതുകൊണ്ടും നമ്മുടെ ചാൻസ് ഇതിനകത്ത് 50% പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ കളിക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് തന്നെ അറിയാം എത്രത്തോളം പ്രശ്നങ്ങൾ നമുക്കുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു വിശകലനം നടത്താം. അതുകൊണ്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റീസെൻ്റായിട്ടുള്ള സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കോഹ്ലി ഉണ്ടായിരുന്നു, രോഹിത് ഉണ്ടായിരുന്നു,
പിന്നെ ബാക്കി യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ അന്ന് ആ ടീമിനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാപ്റ്റൻ ശരിക്കും ഇല്ല. ക്യാപ്റ്റൻ ഉണ്ട്, കളിക്കാരുണ്ട്, ബട്ട് ഒരു ക്യാപ്റ്റൻ്റെതായ അതോറിറ്റി നമുക്ക് ടീമിലില്ല. ഒരു BCCI ഒരു ടീമിനെ വെച്ച് കളിപ്പിക്കുന്ന പോലെയുണ്ട്. BCCI ആണ് ശരിക്കും ഇപ്പോഴത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അതേപോലെ ഒരു സുപ്രീമസി നിലവിലൊരു ക്യാപ്റ്റൻസിക്ക് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ പോലും അത് പര്യാപ്തമല്ല. ഇറ്റ് ഈസ് നോട്ട് എനഫ് ഫോർ വിന്നിങ് എ വേൾഡ് കപ്പ്. നമുക്ക് അങ്ങനെ ഒരു പ്രതീതി പോലും ഇല്ല മൊത്തത്തിൽ. അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ ടീമിന് മൊത്തം ഉണ്ട്. ഒരാൾ കറക്റ്റായിട്ട് നിന്ന് ലീഡ് ചെയ്യാനില്ലാത്തതിൻ്റെ പോരായ്മ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് കാര്യം സൂര്യകുമാർ തന്നെ ഫോമിലല്ല. ഓക്കെ, മൊത്തത്തിൽ താളപ്പിഴകളുണ്ട്. പക്ഷേ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കാവുന്ന പരിപാടികളുള്ളൂ. ഇതിനകത്ത് 2-3 ഓപ്ഷൻ നമുക്ക് വെക്കാം. വേണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ, എൻ്റെ ഓപ്ഷൻ എപ്പോഴും ഞാൻ അന്ന് പറഞ്ഞ ഇതിന് ഉന്നയും വീഡിയോ ചെയ്ത കാര്യങ്ങളാണ്. ഒന്നാമത്തെ എൻ്റെ ഓപ്ഷൻ രോഹിത് ശർമ്മേനെ തിരിച്ച് വിളിക്കുക. 2020-ക്കല്ലേ, വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. BCCI മുൻകൈ എടുത്ത് രോഹിത് ശർമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ സെറ്റ് ടീമാണ്. ക്യാപ്റ്റൻസി ഒന്നും ഏൽപ്പിക്കണ്ട, ഓപ്പണിങ് കൊടുത്താൽ മതി. അഭിഷേക് ശർമ്മേനെ രോഹിത് ശർമ്മേനെ കൂടി ഓപ്പണിങ് കൊടുത്താൽ ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാര്യം അസാധ്യ ടാലൻസ് രണ്ടുപേർക്കുണ്ട്, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അടുത്ത കേസാണെങ്കിൽ രോഹിത് ശർമ്മയുടെ കേസ് വിടുക, നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേസ് ശുഭ്മാൻ ഗില്ലിനെ ഡ്രോപ്പ് ചെയ്യുക, കളിയിൽ നിന്ന് മാറ്റുക. അടുത്ത ഓപ്ഷൻ നോക്കുക, ശ്രേയസ് അയ്യരെ കൊണ്ടുവരിക, റിങ്കു സിങ്ങിനെ കൊണ്ടുവരിക. ഈ 2 പേരെ ടീമിലേക്ക് ഉൾപ്പെടുത്തുക. പിന്നെ സഞ്ജു സാംസണെയും കൊണ്ടുവരിക. സഞ്ജു സാംസൺ എന്തായാലും ടീം സെലക്ഷനിൽ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. കളിക്കാൻ അവസരങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് മാത്രമേ ഒരു വിഷയമുള്ളൂ. സഞ്ജു സാംസണെയും അല്ലെങ്കിൽ റിങ്കു സിങ്ങിനെ ഓപ്പണിംഗ് പരീക്ഷിച്ച് നോക്കുക. റിങ്കു സിങ്ങിന് നല്ല ടാലൻ്റുള്ളൊരു കളിക്കാരനാണ്. കാര്യം അങ്ങനെ ഫേസ് ചെയ്യുന്ന ആദ്യ ബോളിൽ വിക്കറ്റ് പോവുകയോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ സഞ്ജു സാംസൻ്റെ കേസിൽ പലരും പറയുന്നത് സാംസൻ്റെ വിക്കറ്റ് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. ബട്ട് ആ ചാൻസ് പോലും റിങ്കു സിങ്ങിന് വരുന്നില്ല. പ്രത്യേകിച്ച് പവർ പ്ലേ ടൈമിലൊക്കെ റിങ്കു സിംഗ് വെടിക്കെട്ട് നടത്താൻ പറ്റും, അത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഗില്ലി ഫേസ് ചെയ്യുന്ന അത്തരം പ്രശ്നങ്ങളൊന്നും റിങ്കു സിംഗ് ഫേസ് ചെയ്ത് ഉണ്ടാകത്തില്ല. ഈവൻ സഞ്ജു സാംസൺ പോലും എനിക്ക് തോന്നുന്നു അത്തരം പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ 2 പേര് ആരെങ്കിലും ഓപ്പണിംഗ് ആക്കുക. അഭിഷേക് ശർമ്മ ഒരു സ്ഥലത്തുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം അഭിഷേക് ശർമ്മയുടെ തോന്നിയൊരു കാര്യം, യുവരാജാണ് അഭിഷേക് ശർമ്മയുടെ മെൻറ്റർ. യുവരാജ് എടുക്കുന്ന ഫ്ലിക്ക് ഷോട്ട്, ലെഗ് സ്റ്റമ്പിൽ ഫ്രണ്ട് ഫുട്ട് വെച്ചെടുക്കുന്ന ഫ്ലിക്ക് ഷോട്ട് ഇതുവരെയായിട്ടും അഭിഷേക് ശർമ്മ എടുക്കണം ഞാൻ കണ്ടിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ പുള്ളീനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ ഏകദേശം പുള്ളിയുടെ സ്ട്രാറ്റജിയൊക്കെ ബോളേഴ്സിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ലെഗ് സ്റ്റമ്പിൽ ലൈൻ ബോളിൽ പുള്ളി നല്ല രീതിയിൽ ലെഗ് സ്റ്റമ്പിലേക്ക് മാറി നിന്നുകൊണ്ട് ഓഫ് സ്റ്റമ്പിൽ കളിക്കാൻ നല്ല സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. ആ ബോളുകളിലാണ് ഇപ്പോൾ സമീപകാലത്ത് ആൾ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ബോൾ ലെഗ് സ്റ്റമ്പിൽ ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. യുവരാജിൻ്റെ മാസ്റ്റർ പീസിൽ ഒന്നാണ് ആ ഫ്ലിക്ക് എന്ന് പറയുന്നത്. എന്നാൽ യുവരാജ് പല പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫുട്ടിലുള്ള ഫ്ലിക്ക്. അതും കൂടി ഉണ്ടെങ്കിൽ ആൾ ഓക്കെയാണ്. ആളുടെ കേസ് പെർഫെക്റ്റാണ്. പിന്നെ ആ സൈഡിൽ നോക്കേണ്ട കേസില്ല. അത്രയും ടാലൻറ്റഡ് ആണ് എന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവ് പ്രത്യേകം പറഞ്ഞു, എല്ലാ കളിക്കും എനിക്കും ഗില്ലിനും അഭിഷേക് ശർമ്മേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അവനെ മാത്രം ആശ്രയിച്ച് കളി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് അയാളെപ്പോലൊരു വ്യക്തിയെ ഇന്ത്യൻ ടീം അത്ര ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ടാലൻറ്റ് തന്നെയാണ് അവിടെ പ്രകടമാകുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ പുള്ളി ഓക്കെയാണ്. പുള്ളിയുടെ ഈ ലെഗ് സ്റ്റമ്പിലുള്ള ഫ്ലിക്ക് മാത്രമേ എനിക്കൊരു സംശയത്തിലുള്ളൂ. ബാക്കിയെല്ലാം പുള്ളി ഓക്കെയാണ്, ഒരു സംശയമില്ല, സൂപ്പർ പ്ലെയറാണ്. ഓപ്പണിംഗ് ആയിട്ട് ഒന്നെങ്കിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ, അല്ലെങ്കിൽ റിങ്കു സിംഗ് അഭിഷേക് ശർമ്മ. ഇനി റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ശ്രേയസ് അയ്യർ ഇറക്കേണ്ടി വരും. ബട്ട് ശ്രേയസ് അയ്യർ ഫിറ്റ് ആകുമെന്നുള്ളത് സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല. കാര്യം ഇത്ര നാളെ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ്. ഒരു 22 ഫോർമാറ്റിൽ എങ്ങനെ കളിക്കണമെന്ന് അവർക്കറിയാൻ പറ്റും. അതൊക്കെ അവർ അവർ അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ്, സാഹചര്യത്തിനനുസരിച്ച് മാറാൻ കഴിവുള്ള ആൾക്കാരാണ്. കാര്യം പ്രത്യേകിച്ച് ശ്രേയസ് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ 1 ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, 2nd ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, അതിന് താഴെയും പൊസിഷനിൽ പോയിട്ടുണ്ട്, ഓപ്പണിങ്ങും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ വരുന്നില്ല. ബാക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാറ്റിംഗ് ഓർഡർ വരുമ്പോൾ തിലക് വർമ്മ നല്ല ഉത്തരവാദിത്തത്തോടെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഹാർദിക് പാണ്ഡ്യ സൂപ്പർ ഓപ്ഷനാണ്. ഹാർദിക് പാണ്ഡ്യയാണ് ഇതിൻ്റെ ഒരു കറക്റ്റൊരു ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയാണ്. അത് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒരു അഡ്വൈസ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഒരു ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് തന്നെ പറയേണ്ടി വരും ഹാർദിക് പാണ്ഡ്യയെ. അത്രയും ഒരു മെച്യൂരിറ്റി ഉണ്ട്, കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പക്വതയും കാര്യങ്ങളുണ്ട്, അതോറിറ്റിയും ഉണ്ട്, പേടിപ്പിക്കലുണ്ട് അവന്. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ പോകുന്നു. പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി, സ്പിന്നേഴ്സിൻ്റെ ഓപ്ഷൻസ്, അതേപോലെ വിക്കറ്റ് കീപ്പർ ഇപ്പോൾ നമുക്ക് ഒത്തിരി പേരുണ്ട്. റിങ്കു സിങ്ങിനെ വേണേൽ വിക്കറ്റ് കീപ്പർ ആക്കാവുന്ന ഒരു സംഭവമുണ്ട്.
പിന്നെ സഞ്ജുവിനെയാണെന്നുണ്ടെങ്കിൽ സഞ്ജു തന്നെ വിക്കറ്റ് കീപ്പർ ഉള്ള ആളാണ്. പിന്നെ ജിതേഷ് ശർമ്മയാണ് ഇപ്പോൾ നിലവിൽ സഞ്ജുവിനൊരു പവർ ഹിറ്റിങ് കൊണ്ട് മിഡിൽ ഓർഡർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ രണ്ടും നല്ല ഓപ്ഷനാണ്. രണ്ടുപേരും ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇറക്കാനും മാറ്റാനൊക്കെ പറ്റും, നല്ലതാണ്. പിന്നെ ഓൾറൗണ്ടേഴ്സ് വരുന്നത് ശിവം ദൂബെയുടെ കേസ് ഒരു വിഷയമുണ്ട്. ശിവം ദൂബെ നല്ല ഇതാണ് ഏത് സാഹചര്യത്തിൽ. ഇപ്പോൾ ഒരു വലിയ പിച്ചാണെങ്കിൽ പോലും പുള്ളി ഒരു ഐറ്റമാണ്. നമുക്ക് അത്യാവശ്യം പുള്ളി ഒന്ന് ടൈം എടുക്കും കുറച്ച് ഒന്ന് ഫ്ലെക്സിബിളായിട്ട് വരാൻ. അങ്ങനെ വരുമ്പോൾ തന്നെ സിക്സ് അടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പുള്ളിക്ക്. കാര്യം പുള്ളീനെ ഇറക്കണതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം പുള്ളി ഒരു പവറുള്ള ഒരാളായതുകൊണ്ടാണ്. പുള്ളി ഒന്ന് ഹിറ്റ് ചെയ്ത സിക്സ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ഈവൻ ഓസ്ട്രേലിയയിലോട് വെച്ചിട്ടുള്ള കളിക്ക് പോലും വലിയ പിച്ചുകളിൽ പോലും പുള്ളീനെ ഇറക്കണതിൻ്റെ സംഭവം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുൾ ടോസ് ബോളൊക്കെ ചെന്നാൽ പുള്ളി നിസ്സാരമായിട്ട് എടുത്ത് അപ്പുറത്തിടും. അത് പുള്ളിക്ക് ഒരു അസറ്റാണ്. പുള്ളി നമുക്ക് ഏഷ്യ കപ്പിലും അല്ലാണ്ടുള്ള കളികൾക്കൊക്കെ പുള്ളി നമ്മൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതൊരു ഐറ്റം തന്നെയാണ് പുള്ളി. അപ്പോൾ പുള്ളി ഒരു ഓൾറൗണ്ടർ സ്പേസിൽ പുള്ളീനെ കഴിഞ്ഞിട്ടേ വേറെ ആരും നോക്കേണ്ടതുള്ളൂ. ഹാർദിക് പാണ്ഡ്യ നല്ല ഓൾറൗണ്ടറാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത്. ജസ്റ്റ് ബുംറയുടെ റോള് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അർഷദീപ് 20-ൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ചിട്ടാണെങ്കിൽ കുൽദീപ് യാദവ് നല്ല സ്പെഷ്യലൈസ്ഡ് സ്പിന്നറാണ്. വരുൺ ചക്രവർത്തി ഏത് സാഹചര്യത്തിലും വിക്കറ്റ് തെറിപ്പിക്കാൻ കഴിവുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസ്ഡ് ആക്കാൻ കഴിവുള്ള ഒരു സ്പിന്നർ കൂടി. സാഹചര്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ മാറി പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അവർ രണ്ടുപേരുമാണ് സ്പെഷ്യലായിട്ടുള്ള നമുക്ക് സ്പിന്നേഴ്സ്. അതിന് മാറ്റങ്ങൾ വരുമോ അറിയില്ല. ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി ഒരു ഓൾറൗണ്ടറെ ആയിരിക്കും പരീക്ഷിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഹർഷിത് റാണെ ആയാലും ബാക്കിയുള്ള കളിക്കാരായാലും ഒരു ഓപ്ഷനായിട്ട് തേർഡ് ഓപ്ഷനായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ല എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇപ്പോൾ പോലും ഈ ടീം ഒരു സ്റ്റേബിൾ അല്ല. പറയാൻ കാര്യം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഗില്ലിൻ്റെ ആ ഒരു പൊസിഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഗില്ല് ഇന്നലെയൊക്കെ തന്നെ കളിച്ച കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കളിയാണ്. പുള്ളിയുടെ ആ ക്യാച്ചൊക്കെ എത്രയും പോയെന്ന് കണ്ടു. ആ പുള്ളി ആ ബെൻഡിങ് ഇല്ല, ബാക്ക് ഫുട്ട് ബെൻഡിങ് ഒട്ടുമില്ല. ഓഫ് സ്റ്റംപിൽ പക്കാ ബ്ലാങ്കാണ്. ഒരു ഇതില്ലാത്തൊരു ബോൾ ഈ ഒരു ബാറ്റ്സ്മാനായിട്ട് ഗില്ല് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗില്ലിൻ്റെ ആ ഒരു ശൈലി വെച്ചിട്ട് ടെസ്റ്റൊക്കെ ഓക്കെയാണ്. കാരണം ടെസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ഹിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ടെസ്റ്റിൽ ഫീൽഡേഴ്സൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പഞ്ച് ഷോട്ടുകൾക്ക് സാധ്യതയുണ്ട്. ഹില്ല് കൂടുതൽ പഞ്ച് ഷോട്ടുകളാണ്. ഒട്ടും ഡ്രൈവോ അല്ലെങ്കിൽ ബാക്ക് ലിഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിൻ്റെയോ ഒന്നും ശരിക്കും എഫർട്ട് പോലും ഇടാത്തൊരു കളിക്കാനാണ്. 2020 അത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ഗില്ലൊരു നല്ല ഓപ്ഷൻ അല്ല. സഞ്ജുവിനെ എങ്ങനെയാണ് ഓഫ് സ്റ്റമ്പിൽ ബോളേഴ്സ് കുരുക്കുന്നത് ഏകദേശം അതേപോലെ തന്നെ ഗില്ലിനും പ്രശ്നങ്ങളുണ്ട്. ബട്ട് ആ ഒരു ഓപ്ഷൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ബട്ട് 2020 സഞ്ജുവിന് കുറച്ചും കൂടി ഗില്ലിനേക്കാളും ഈസി ഹിറ്റിംഗ് സ്കിൽ ഉള്ളതുകൊണ്ട്, ഒരു പവർ ഹിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സഞ്ജു ആണ് ഗില്ലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ. ബട്ട് ബാക്കി വരുന്ന മൊത്തം ടീമിൻ്റെ സെറ്റപ്പുകൾ കുറേ കൂടി മാറാനുണ്ട്. മെയിനായിട്ട് ഇന്ത്യൻ ടീമിൽ നിലനിർത്തേണ്ട കുറച്ച് ആൾക്കാരിൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശർമ്മ, ശ്രേയസ് അയ്യർ, പിന്നെ സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, ബുംറ, ചക്രവർത്തി, കുൽദീപ് യാദവ്, ശിവം ദൂബെ. ഇതിൽ ഇനിയും ആൾക്കാർ ആഡ് ഓൺ ആകാനുണ്ട് ഇതിനകത്തേക്ക്. ബട്ട് ഈ ലിസ്റ്റ് തന്നെ ഒരു കോൺഫിഡൻസ് അല്ല ഈ ലിസ്റ്റിൽ. പിന്നെ ഒരാളുടെയും കൂടി കേസ് നമ്മൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് എന്തായാലും അക്സർ പട്ടേലിനും ഇതിന് സാധ്യതയുള്ളൊരു കളിക്കാരനാണ്. അക്സർ പട്ടേലും ഈ പറഞ്ഞ പോലെ പിന്നെ കഴിഞ്ഞ ദിവസം പലരും പറയുന്നു അക്സർ പട്ടേലിനെ എന്തിനാണ് ടീമിലെന്നുള്ളത്. അക്സർ പട്ടേൽ നല്ലൊരു കളിക്കാരനാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രത്തോളം പുള്ളി കൂട്ടുമെന്നുള്ളത് പുള്ളിക്ക് പറ്റും. പുള്ളിക്ക് കഴിവുള്ള ഒരാളാണ്. പുള്ളി ആ സാഹചര്യത്തിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്ന ഉത്തരവാദിത്തം ബാറ്റിങ്ങിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടി കളിക്കാനാണെങ്കിലും അത് ഡൗൺ ചെയ്ത് കളിക്കാനാണെങ്കിലും ഒരു ഭയങ്കര ഇന്ത്യൻ ടീമിന് നിലവിൽ വളരെ ഒരു മോഡറേറ്റ് ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കളിക്കാരനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പുള്ളി ഒരു ഒരു പ്രൊഫഷണൽ ഒരു ടീമിൻ്റെ എങ്ങനെയാണോ ആവശ്യമുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ കഴിവുള്ളൊരു കളിക്കാരനാണ്. പണ്ട് റെയ്നേനെ ഉപയോഗിച്ചുള്ളത് തന്നെയുള്ളൊരു കളിക്കാരനാണ്. കൂടാതെ തന്നെ നല്ല ബോളറാണ്, നല്ല ഫീൽഡറും കൂടിയാണ്. അപ്പോൾ ഒരു 2020 ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഒരു 2 സ്പെഷ്യലൈസ്ഡ് സ്പിന്നർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരു ഓൾറൗണ്ടറായിട്ട് ഈ പുള്ളിനെ ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഒരു മീഡിയം പേസറെ ഒഴിവാക്കുക എന്തെങ്കിലും വേറെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. പുള്ളിനെ കൊണ്ട് എപ്പോഴും ഇന്ത്യക്കൊരു സംഭാവന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒട്ടും എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരുന്നില്ല ആളെ. അപ്പോൾ ആ പുള്ളിനെ ഒരു 1 ഡൗൺ പൊസിഷനിലേക്ക് 2nd ഡൗണിലേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് അയാളെ ഓപ്പൺ ചെയ്യിച്ചാൽ പോലും ഇപ്പോൾ ഗില്ലിനെ ഇറക്കണേക്കാളും കുറച്ചും കൂടി ഗുണമുണ്ടെന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്.
അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് വരുന്നത്. ശരിക്കും കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇതിനകത്ത് പറ്റിയ പൊസിഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരില്ല എന്നുള്ളത് വിഷയങ്ങളാണ്. പറ്റിയ പൊസിഷനിൽ നമുക്കുള്ളത് ഒന്ന് അഭിഷേക് ശർമ്മയാണ്. കറക്റ്റാണ്, ഓപ്പണിങ്ങിൽ വേറെ ആരും നോക്കണ്ട. 1 ഡൗൺ സെക്കൻഡ് ഡൗണിലൊക്കെ ആയിട്ട് നമുക്ക് സൂര്യകുമാർ യാദവ് നല്ല ഓപ്ഷനാണ്. ഫിനിഷറായിട്ട് അല്ലെങ്കിൽ മിഡിൽ ഹാർദിക് പാണ്ഡ്യ നല്ല ഓപ്ഷനാണ്. പിന്നെ ബാക്കി വരുന്ന ബോളേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബുംറ ഓപ്ഷനാണ്, നല്ലതാണ്. അങ്ങനെ കുറച്ച് പേരിങ്ങനെ, പിന്നെ ശിവൻ ദുബെയുടെ ഓൾറൗണ്ട് അത് നല്ല ഓപ്ഷനാണ്. അതിൻ്റെ അപ്പുറത്തൊന്നും വേറെ ആളെ നമുക്ക് പ്ലേസ് ചെയ്യാനില്ല.